സോറി മോളെ, ഒത്തിരി നാളായില്ലേ ഞാൻ മാധവ മന്ദിരത്തിലേക്ക് വന്നിട്ട്. ഞാൻ വന്നതറിഞ്ഞ് തിരക്കി വരുന്ന സുഹൃത്തുക്കളാ. എന്റെ കുഞ്ഞിന്റെ കാര്യത്തിന് വല്യച്ഛൻ എന്ത് ചെയ്യാൻ പറ്റും? വല്യച്ഛൻ പറഞ്ഞല്ലോ, മോളുടെ കുഞ്ഞിനെ വല്യച്ഛൻ തിരിച്ചു തരും. പക്ഷേ നീ അതിന് പകരമായി ഇന്ദ്രജ വല്യമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം. നീ ഈ മാധവ മന്ദിരത്തിൽ ഇന്ദ്രജയുടെ മകളായി ജീവിക്കണം. മോളെന്തു പറയുന്നു? ഇതിന് ഞാൻ നേരത്തെ മറുപടി പറഞ്ഞില്ല വല്യച്ഛ. എനിക്കെന്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയാൽ മതി. ഞാനിവിടെ താമസിക്കാൻ തയ്യാറാ. ഓ, തീർച്ചയല്ലേ? തീർച്ച. എങ്കിൽ മോൾക്കൊരു സർപ്രൈസ്. മോളുടെ കുഞ്ഞിനെ വല്യച്ഛൻ ഇപ്പൊ തിരിച്ചു തരുന്നു. എന്താ ഇങ്ങനെ നോക്കുന്നത്? വല്യച്ഛൻ പറഞ്ഞത് സത്യമാ. മോളുടെ കുഞ്ഞിനെ സേഫായി വല്യച്ഛൻ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. വരൂ, കാണിച്ചു തരാം. വരൂ മോളെ. ചെന്താമരെ, 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 എവളിത് എവിടെ പോയി? ചെന്താമരെ, ചെന്താമരെ, ചെന്താമരെ. അവളീ മുറിയിലായിരുന്നല്ലോ, അവളെങ്ങോട്ട് പോയി? അവര് അപ്പുറത്ത് മുറിയിൽ കാണും. വാ പോളെ. ആരാ വിളിച്ച? ഒരു ചെന്താമര കുട്ടിയെ നോക്കാൻ അവരെ ഏൽപ്പിച്ചിരിക്കുക. വാ മോളെ. ചെന്താമരെ, ചെന്താമരെ, എവിടെ പോയി? ചെന്താമരെ, വാ മോളെ. പറയാതെ ആ സ്ത്രീ എങ്ങോട്ട് പോയി? വെളിച്ച വെറുതെ എന്നെ പറ്റിക്കാൻ വേണ്ടി വെളിച്ച പറയുന്നതാ. എന്റെ വൈകുമോളൊന്നും ഇവിടെ ഇല്ല. അങ്ങനൊന്നും പറയല്ലേ മോളെ, ഞാൻ പറയുന്നത് സത്യ. എന്ത് സത്യം? വെറുതെ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വെളിച്ചം പറഞ്ഞ കള്ളല്ലേ ഇത്? നോ, അല്ല, അല്ല. എന്റെ കുഞ്ഞൊന്നും ഇവിടെ ഇല്ല. ഞാൻ പോവാ. മോളെ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. കേട്ടതൊക്കെ മതി. വെറുതെ എന്റെ സമയവും കളഞ്ഞു. ഞാൻ ഇതിനൊക്കെ എവിടെയെങ്കിലും പോയി എന്റെ കുഞ്ഞിനെ കണ്ടെത്തുമായിരുന്നു. മോളെ, ഈ രാത്രി ഒറ്റയ്ക്ക് പോകരുത്. വലിച്ച കൊണ്ടുവിടാം. ഇങ്ങോട്ട് ഞാൻ ഒറ്റയ്ക്കാ വന്നത്. അങ്ങോട്ട് ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. മോളെ നിക്ക്, വലിച്ച കാർ കൊണ്ടാക്കാം. ഇനി ഞാൻ ഇന്ദ്രജയോട് എന്ത് പറയും? ഞാൻ ചന്ദ്രേരി ദേവരായ സർ. ഹലോ ദേവരായ സർ. ഞാൻ ആകെ താഴെ വീഴുന്ന ഒരു അവസ്ഥയിലാണ് മിസ്റ്റർ ഗോപൻ. എന്തു പറ്റി സർ? പറ്റിയത് എന്താണെന്ന് അറിഞ്ഞാൽ താൻ എന്നെ കൊല്ലും.
കാര്യം പറയൂ സർ. ആ ഉടവാള് ആ ഉടവാള് കളവ് പോയി ഗോപൻ. വാട്ട്? നിങ്ങൾ എന്റെ കയ്യിൽ കൊണ്ട് എന്നെ ഏൽപ്പിച്ച ഉടവാള് മോഷണം പോയിന്ന്. നിങ്ങൾ എന്ത് മര്യാദകളാണ് മിസ്റ്റർ സംസാരിക്കുന്നത്? വാള് മോഷണം പോയെന്നോ? വാള് മോഷണം പോയിന്ന് ഞാൻ പറഞ്ഞത് 100% സത്യമാണ്. ദേ, എനിക്കിട്ട് പണിയരുതേ. തിരിച്ച് 8ന്റെ പണി തരാൻ എനിക്കറിയാം. എനിക്കെന്റെ കാശിങ് തന്നാ മതി. ഇല്ലെങ്കിൽ വാള് മോഷണ കേസി തന്നെ ഞാൻ അകത്താക്കും. ഓ, നീ എനിക്കിട്ടു. ചെമ്പകമംഗലത്തെ വാള് മോഷ്ടിച്ചുകൊണ്ട് നീ ഇവിടെ വന്ന് കയറിയത് ഇവിടത്തെ CCTV ഫുട്ടേജിലുണ്ട്. വച്ചിട്ട് പോടാ പുല്ലേ. ഹലോ ഹലോ, ചതിക്കപ്പെട്ടില്ല ഈശ്വര. ആ സാവിത്രിയോട് ഞാൻ ഇനി എന്ത് പറയും? ഹലോ, കപാലഗുരു തിരുവടികളാണ്. ആ ഗുരുവേ പറയ്. എന്തായി കാര്യങ്ങള്? ആ വാള് കൈ കിട്ടിയോ? ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയി ഗുരുവേ. ആ വാൾ എൻ്റെ കയ്യിൽ വന്നതാ, പക്ഷെ അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിപ്പോയി. ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുപോയി ഷോക്കേസിൽ വെക്കേ. ചെമ്പകമംഗലത്തെ ഒറിജിനൽ വാള് കിട്ടുമോന്നാ എനിക്കറിയേണ്ടത്. ഉടൻ തന്നെ ഒറിജിനൽ വാള് എൻ്റെ കയ്യിലേക്ക് വരും ഗുരുക്കളെ. അത് നിന്റെ കയ്യിൽ വരാനുള്ള പണി ഞാനിവിടെ ചെയ്തോളാം. ആ, അത് ഗുരു ചെയ്തോ. എന്തായാലും ആ വാള് എൻ്റെ കയ്യിൽ തന്നെ വരും. ഇനി മറ്റാരുമായി യാതൊരു ഇടപാടുമില്ല. ആ വാള് ഗുരുവിന് തന്നെ തരും. വേറെ ആരുമായിട്ടാ നിനക്ക് ഇടപാടുണ്ടായിരുന്നത്? അങ്ങനെയൊന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. നീ എന്തോ എന്നിൽ നിന്നും മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരാപത്ത് നിന്നെ വലയം ചെയ്യുന്നതായി ഞാൻ എൻ്റെ 6ാം ഇന്ദ്രിയത്തിലൂടെ തിരിച്ചറിയുന്നു. അതിൽ ചെന്ന് ചാടാതിരുന്നാൽ നിനക്ക് നല്ലത്. അതൊന്നും ഉണ്ടാവില്ല. വാളുമായിട്ട് ഞാൻ ഗുരുവിൻ്റെ അടുത്ത് തന്നെ വന്നെത്തും. വന്നാൽ നിനക്ക് തന്നെ നല്ലത്. ആ, ഒരു കാര്യം കൂടെ ഞാൻ നിന്നെ അറിയിക്കാനിരിക്കുകയായിരുന്നു. എന്താ ഗുരു? വാളിനൊപ്പം ചെമ്പകമംഗലത്തെ ആ കുഞ്ഞിനെ കൂടെ കിട്ടിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. അതെന്തിനാ ഗുരുവേ? അതൊക്കെ കാര്യമുണ്ട്. നിനക്കതിനെ തരാൻ പറ്റുമോ? ഞാൻ നിനക്ക് മോഹവില തരാം. കുഞ്ഞിപ്പോ എൻ്റെ കയ്യിലില്ല, പക്ഷേ ഞാൻ സംഘടിപ്പിച്ചു തരാം. വാളും കുഞ്ഞുമായിട്ട് വേഗം വാ. അതെ സ്വാമി, അറിയാൻ വയ്യത്തോണ്ട് ചോദിക്കുക, എന്തിനാ നമുക്ക് ആ കുഞ്ഞിനെ? ആ ഉടവാളിൽ ചെമ്പകമംഗലത്തെ ഒരു കുഞ്ഞിന്റെ ചോര കൂടി വീഴണം. അപ്പോൾ അതിന്റെ ശക്തി 10 മടങ്ങാവും. സുനി ഫോൺ എടുക്കുന്നില്ലല്ലോ. മൈഥിലിയെ കൊണ്ട് തന്നെ എല്ലാത്തിനും മറുപടി പറയിക്കാം. ഞാനിനി എന്ത് ചെയ്യേണ്ട ഈശ്വര? ഈ അന്യനാട്ടിൽ കിടന്ന് മരിക്കേണ്ടി വരും. രാമേട്ട ധൈര്യമായിട്ടിരിക്കും. ഈ സാവിത്രിയാ പറയുന്നത്. എന്റെ രാമേട്ടന്റെ പ്രശ്നം ഞാൻ പരിഹരിക്കും. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്തിനാ? ഹലോ അനന്തഗോപൻ. മാഡം, ഒരു ഷോക്കിംഗ് ന്യൂസ് പറയാനാണ് ഞാനിപ്പോൾ വിളിച്ചത്. ഷോക്കിംഗ് ന്യൂസോ? എന്താ അനന്തഗോപൻ? മാഡം, ഞാനതെങ്ങനെ പറയുന്നു വിഷമിക്കുക മാഡം. നിങ്ങൾ വിഷമിച്ചിട്ട് എന്താ കാര്യം? മാഡം,
മാഡം ഞാൻ അറിയേണ്ട വിഷയമാണെങ്കിൽ നിങ്ങൾ എന്നെ അത് അറിയിച്ചല്ലേ പറ്റൂ. മാഡം മാഡം അറിയേണ്ട കാര്യം തന്നെയാണ്. മാഡമാണ് അത് അറിയേണ്ടത്. എങ്കിൽ നിങ്ങൾ അതൊന്ന് പറയ്. മാഡം അത് പിന്നെ എന്നെ ഇട്ടിങ്ങനെ തീ തീറ്റിക്കാതെ നിങ്ങൾ കാര്യം പറ മനുഷ്യ. മാഡം ആ വാള് കൈമോശം വന്നു പോയി. എന്ത് മര്യാദകളാണോ താനി പറയുന്നേ? ദേ താനെന്നെ പറ്റിക്കാൻ നോക്കാണോ? അല്ല മാഡം, ഞാൻ തമാശയല്ല മാഡം പറയുന്നത്, സത്യമാ. ആ വാൾ എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. എടോ, കോടിക്കണക്കിന് രൂപ വിലയുള്ള വാളാ ഞാൻ തന്നെ ഏൽപ്പിച്ചത്. ദേ ഒന്നുകിൽ എനിക്ക് ആ വാള് കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് അതിന്റെ പണം കിട്ടണം. മാഡം എടോ ഉണക്ക വക്കീലേ, എന്നെ ചതിക്കാനാ താൻ പ്ലാൻ ചെയ്തിരിക്കുന്നെങ്കിൽ തന്നെ ഞാൻ വെറുതെ വിടില്ല. എന്റെ ചെമ്പകമംഗലത്തെ സാവിത്രി തനിക്ക് ശരിക്കറിയില്ല. വഞ്ചിക്കാനാ ഭാവമെങ്കിൽ ഞാനൊരു ഭദ്രകാളിയായിട്ട് മാറും. കുടുവാളിന് ദാരികനെ അരിഞ്ഞതുപോലെ തന്നെയും ഞാൻ അരിയും. ഞാനിപ്പോ ദേ നാളെ എനിക്കെന്റെ വാള് കിട്ടണം, ഇല്ലെങ്കിൽ പണം. മനസ്സിലായടോ? ഹലോ മാഡം, ഹലോ. ശ്ശേ. ഞാൻ ആരാണെന്ന് അവനറിയില്ല. ഇതാണ് ചെമ്പകമംഗലത്തെ ഒറിജിനൽ ഉടവാൾ. സാവിത്രി അങ്ങനെ അങ്ങ് വെട്ടിയാക്കാന്ന് കരുതിയോ വക്കീലെ നീ? ഇന്ദ്രജയുടെ ആളല്ലേ നീ? ഇതല്ല, ഇതിനപ്പുറമുള്ള കളി നീ നടത്തുമെന്ന് എനിക്കറിയായിരുന്നു. വാള് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ എനിക്ക് പരാതിപ്പെടാനൊക്കില്ലല്ലോ. ഞാൻ മോഷ്ടിച്ചതാണെന്ന് വരില്ലേ? അപ്പോ നിന്നേക്കാളും വലിയൊരു കളി കളിക്കാന്ന് ഞാനും അങ്ങ് തീരുമാനിച്ചു. നീയും നിന്റെ ഒരു ഇന്ദ്രജയും. ഒറിജിനൽ വാള് എന്റെ കയ്യിൽ തന്നെ. ഇത് വിറ്റ് ഞാൻ പണമാക്കും. ഞാനൊരു കോടീശ്വരിയാവും. സാവിത്രിയെ തള്ളി പറഞ്ഞവരെയൊക്കെ സാവിത്രി വരച്ച വരയിൽ നിർത്തും. ഈ കൊച്ചു എനിക്കിപ്പോ ഒരു ശല്യായിരിക്കുക. ഒന്നാമതിന്റെ കരച്ചില്, രണ്ടാമത്തെ ഈ ഭാരം. കൊച്ചിനെ എടുത്തോണ്ട് നടക്കാൻ വലിയ പാടാ. ഇത്രയും വലിയ വിലപിടിപ്പുള്ള സ്വർണ്ണവാളിരിക്കുമ്പോ ഈ കൊച്ചിനെ എന്തിനാ ചുമക്കുന്നത്? ഈ കുഞ്ഞിനെ എവിടെയെങ്കിലും കളഞ്ഞേക്കാം. അണ്ണാ ദേ ഒരു കുഞ്ഞ്. അണ്ണാ ഇതാ മറ്റേ കുഞ്ഞല്ലേ, നമ്മൾ ആ സാറിന് കൊടുത്ത കുഞ്ഞ്. ഇതെങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇവിടെ വന്നു? നമുക്ക് ഇതിനെടുത്ത് അവർക്ക് തന്നെ തിരിച്ചു കൊടുത്താലണ്ണാ. അത് വേണ്ടടേ, അതിന്റെ ക്യാഷ് അവർ തന്നതാ. ഇനി അവർ ക്യാഷൊന്നും തരില്ല. ആ വൈശാഖ് ഇരട്ടി ക്യാഷ് തരാന്ന് പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കുമല്ലേ, ഇതിനെടുത്ത് അയാൾക്ക് തന്നെ കൊടുക്കാം. നീ വാ അണ്ണാ, പെട്ടെന്ന് വാണ. ആ കരയല്ലേ മോളെ, വാ വാ.
വൈകുമോളെ വൈകുമോളെ മൈഥിലി വൈകുമോളെ വൈകുമോളെ മോളെ എന്റെ മോളെ ദൈവമേ ദൈവമേ എന്റെ കുഞ്ഞ് വൈകുമോളെ 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 ദൈവമേ ഇവളെ ആ ദ്രോഹി കൊന്നു മൈഥിലി 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 ശ്വാസമുണ്ട് മൈഥിലി 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 ഒന്നുമില്ല പേടിക്കണ്ട ഈ അവസ്ഥയിൽ നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല വെള്ളം കുടിക്കേ നിനക്ക് എന്താ പറ്റിയ വൈശാഖ് എന്നെ ചതച്ച മീനാക്ഷി ആര് വൈശാഖോ അത് കിട്ടേണ്ടത് കിട്ടിയെന്നങ്ങ് കരുതിയാ മതി അതവിടെ നിക്കട്ടെ കുഞ്ഞെവിടെ മൈഥിലി കുഞ്ഞിനെ 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 അവൻ വിറ്റ് കളഞ്ഞു മീനാക്ഷി വിറ്റെന്നോ ആർക്ക് മൈഥിലി ആർക്കാ വിറ്റത് കുഞ്ഞിനെ മൈഥിലി പറ മൈഥിലി ആർക്കാ വിറ്റ കുഞ്ഞിനെ മൈഥിലി അയ്യോ. ദൈവമേ
മൈഥിലി ഒന്ന് പറ. കുഞ്ഞിനെ അവൻ ആർക്കാ വിറ്റ്? മൈഥിലി, മൈഥിലി.